Hi friends, Realme number സീരീസുകൾ നമുക്കറിയാം എല്ലായ്പ്പോഴും മികച്ചത് തന്നെയാണ്. ബഡ്ജറ്റ് റേഞ്ചിലെ വാല്യൂ ഫോർ മണിയായ നല്ല ഫോണുകളാണ് ആ സീരീസിൽ വരാറുള്ളത്. ഇന്ന് ആ സീരീസിലെ Realme 8ന്റെ അപ്ഡേഷനായ Realme 9 4G എന്ന ഫോണാണ്. 5G അല്ല 4G വെർഷനാണ്. സോ ഇതെങ്ങനെയുണ്ട്? വാല്യൂ ഫോർ മണിയാണോ? എന്തൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റുകൾ? നിങ്ങൾക്കിത് നല്ലതായിരിക്കും. ഈ ഒരു വീഡിയോയുടെ ചുരുക്കി ഞാനതൊന്ന് പറഞ്ഞു തരാം. ആദ്യം ഈ ഒരു ഫോണിൻ്റെ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. സോ നിങ്ങളിവിടെ കാണുന്നതാണ് Realme 9 4Gയുടെ ബോക്സ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് 108 മെഗാ പിക്സലിൻ്റെ AI ട്രിപ്പിൾ ക്യാമറയാണ്. വൈഡ് ആംഗിൾ ക്യാമറ ഉൾപ്പെടുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 680 പ്രോസസ്സറുണ്ട്. 90 ഹെർട്സിൻ്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 5000 mAhൻ്റെ ഒരു മാസീവ് ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മളിവിടെ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനകത്ത് മറ്റൊരു ബോക്സ് കൂടി വരുന്നുണ്ട്. എ ഗ്രേറ്റ് സ്റ്റോറി സിൻസ് ദ ഫസ്റ്റ് ലീപ്പ് എന്നൊക്കെ എഴുതിയ ഒരു ബോക്സ്. ഇതിനകത്ത് കേസും ഡോക്യുമെന്റേഷനും സിമ്മജറ്റ് ടൂളും ഒക്കെയാണ് വരുന്നത്. ഡോക്യുമെന്റേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കേസ് വന്നിട്ട് നല്ല ക്വാളിറ്റി കേസാണ്, നല്ല ഡീസന്റ് ക്വാളിറ്റി. അത് പതിവായിട്ട് അങ്ങനെ തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ടാവാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫോണിലേക്ക് വരാം. ഫോൺ നമ്മൾ കയ്യിലേക്ക് എടുക്കുവാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊരു ബ്ലാക്ക് ഷെയ്ഡുള്ള ഫോണാണ് കേട്ടോ, ലൈറ്റ് കളറൊന്നുമല്ല. എന്തായാലും ഫോൺ കയ്യിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് Realme 9 4G. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ ഒരു ലുക്ക് കൊള്ളാം, നന്നായിട്ടുണ്ട്, മോശമൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇവിടെ എൻ്റെ കയ്യിലിരിക്കുന്നത് കാണാം. കയ്യിൽ പിടിക്കുമ്പോഴൊക്കെ കംഫർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, കാണാനും വലിയ തരക്കേടില്ല. ഈ ഒരു രീതിയിൽ ഡീസൻ്റായ സെറ്റപ്പാണ് ഈ ഫോണിനുള്ളത്. ഇതിൻ്റെ വെയിറ്റും തിക്നെസ്സും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 7.99 mm ആണ് ഇതിൻ്റെ തിക്നെസ്. വെയിറ്റ് 178 ഗ്രാമാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഫോണാണ്. ഞാൻ കയ്യിലെടുത്തപ്പോൾ തന്നെ പറഞ്ഞില്ല ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആണെന്ന്. ആ സംഗതി സത്യമാണ്. ഇത്രയാണ് ഇതിൻ്റെ തിക്നെസ്സും വെയിറ്റും ഒക്കെ. ഹോൾഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഒക്കെ നോക്കിയാൽ ഗൊറില്ല ഗ്ലാസ് 5 ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ സ്ട്രോങ് ആയ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ഫോണാണെന്ന് സാരം. ഓവറോൾ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ഓവർവ്യൂ ഒന്ന് നോക്കാം. താഴത്തെ സൈഡിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടണുകൾ, സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയുണ്ട്. മെയിൻ ക്യാമറയാണ് മെയിൻ ഹീറോ. 108 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. സ്നാപ്ഡ്രാഗൺ 680 108 മെഗാ പിക്സൽ ക്യാമറ. അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നാമല്ലേ. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലാണ്. മെഗാ പിക്സലുകൾ എത്രയായാലും റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് തീരുമാനിക്കാം ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ടെന്നുള്ളത്. ഫ്രണ്ടിലെ ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.4 ഇഞ്ച് വരുന്ന 90 ഹെർട്സിന്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ആദ്യം പറയാം. സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊസസ്സറാണ്, നല്ല പെർഫോമൻസ് തരും. അതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി Realme UI നല്ലത് തന്നെയാണെന്ന് നമുക്കും അറിയാവുന്നതാണ്. സോ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നോർമൽ യൂസിനൊക്കെ ആണെങ്കിൽ ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. ഈവൻ ഗെയിമിങ്ങിനാണെങ്കിലും നല്ല സെറ്റപ്പാണ്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. 2 വേരിയന്റുകളാണുള്ളത്. 6GB റാം 128GB സ്റ്റോറേജും അതേപോലെ തന്നെ 8GB റാം 128GB സ്റ്റോറേജും. Realme UI 3.0 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആണ്. ഇനി ഇതിന്റെ ഗെയിമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ BGMI പോലുള്ള ഗെയിമുകൾ ഇതിനകത്ത് ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഓവർ ഹീറ്റിംഗ് പോലുള്ള കാര്യങ്ങളില്ല. നന്നായിട്ട് നമുക്കിങ്ങനെ കളിക്കാൻ പറ്റും. ഈ ഒരു രീതിയിലുള്ള ഗെയിം പ്ലേ മതിയോ നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അത്യാവശ്യമൊക്കെ കളിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മതി എന്നാണ് എനിക്ക് തോന്നിയത്. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ UI ആൻഡ് പെർഫോമൻസ് എന്ന് പറയുന്നത്. വളരെ നന്നായിട്ടുണ്ട്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിലുള്ള മെയിൻ ക്യാമറ ഇമേജുകളാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുക. നല്ല ക്വാളിറ്റി ഉണ്ട്. 108 മെഗാ പിക്സൽ ക്യാമറ അതിൻ്റെതായ ഒരു ക്വാളിറ്റി കാണിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് ഓക്കെ ആണോ. നിങ്ങൾ മെഗാ പിക്സൽ ഒന്നും നോക്കാൻ നിൽക്കണ്ട, കാരണം അതൊക്കെ ഒരു തരം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയാം. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. നല്ല ക്വാളിറ്റി ഇമേജുകളാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ തരുന്നത്. വീഡിയോ ക്വാളിറ്റിയും മോശമല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസും ഇമേജുകളും എടുക്കാൻ ഇതിൻ്റെ മെയിൻ ക്യാമറയ്ക്ക് നന്നായിട്ട് സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും അത് ഈ കാണുന്ന തരത്തിലുള്ള നല്ല ക്വാളിറ്റി ഇമേജുകൾ നമുക്ക് തരുന്നുണ്ട്. സോ ക്യാമറ ഓവറോൾ നന്നായിട്ടുണ്ട്. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയും ഇമേജ് ക്വാളിറ്റിയും ഒക്കെ നമുക്ക് ഡേ ലൈറ്റിൽ കിട്ടുന്നുണ്ട്. സോ സെൽഫി ക്യാമറയും കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ക്യാമറയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും സെൽഫി ക്യാമറ മോശമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നന്നായിട്ടുണ്ട് ഈ ക്യാമറ. സോ അങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറയുടെ കാര്യങ്ങൾ. ബാറ്ററി വന്നിട്ട് 5000 mAh ബാറ്ററിയാണ്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. ചാർജറൊക്കെ ബോക്സിൽ തന്നെയുണ്ട്. ചാർജിങ് സ്പീഡ് നോക്കിയാൽ ഒരു ഫുൾ ആവാനൊക്കെ ഒരു 75 മിനിറ്റ് ആണ് അവർ പറയുന്നത്. ഒരു 50% ആണെങ്കിൽ ഒരു 31 മിനിറ്റ് കൊണ്ടാവുമെന്നും പറയുന്നുണ്ട്.
സോ വലിയ കുഴപ്പമില്ല. 5000 mAh ബാറ്ററി, ഒരു വലിയ ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിലും ആവശ്യത്തിനുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ട്. സോ ബാറ്ററിയും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല ഡീസൻ്റ് ആയ സെറ്റപ്പാണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ 90 ഹെർട്സിൻ്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഒരു പെർഫോമൻസ്. നല്ല ക്വാളിറ്റിയുള്ള വിഷ്വൽസ് തന്നെയാണ് കിട്ടുന്നത്. വൈഡ് ബൈ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ ഫുൾ HDയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടന്റുകളെല്ലാം സ്ട്രീം ചെയ്ത് കാണാൻ സാധിക്കും. 6.4 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. 90.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ. മാക്സിമം ബ്രൈറ്റ്നസ് 1000 nits വരുന്നുണ്ട്. സോ നമുക്ക് സൺലൈറ്റ് വിസിബിലിറ്റി ഒന്നും വലിയ ഇഷ്യൂ ഇല്ല. ഡൈലൈറ്റിലൊക്കെ നിങ്ങൾക്ക് നൈസായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെയാണ് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്കും അത്യാവശ്യം സ്പീഡിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും വർക്ക് ചെയ്യുന്നത്. നന്നായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻസറുകൾ നോക്കിയാൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. ഒരുവിധം എല്ലാ സെൻസറുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മാഗ്നറ്റിക് സെൻസർ, ജൈറോ സെൻസർ, ആക്സലറോമീറ്റർ, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ എല്ലാം ഉണ്ട്. പിന്നെ വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. OTG സപ്പോർട്ട് പോലുള്ള കാര്യങ്ങളുണ്ട്. ക്യാമറ ടു API ലെവൽ 3 തന്നെ വരുന്നുണ്ട്. DRM ലൈസൻസ് L1 തന്നെ വരുന്നുണ്ട്. സാർ വാല്യൂ നോക്കിയാൽ ഹെഡ് സാർ വാല്യൂ 1.162 ആണ്. ബോഡി സാർ വാല്യൂ 0.593 ആണ് വരുന്നത്. സോ ഇങ്ങനെയാണ് ഈ ഒരു ഫോണിൻ്റെ ഒരുവിധം പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓവറോൾ എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പ്രൈസിൽ ഒരു 15-16 രൂപ റേഞ്ചിന് താഴെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. അതിന് മുകളിലേക്ക് പോയാൽ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. തീർച്ചയായിട്ടും പ്രൈസ് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു ഫോണാണെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.